സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തില് സിലബസിന് ആഡ് ചെയ്തിരിക്കുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്, ആ സിഗ്നൽസിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം. ഈ 3 ഡിഫറെന്റ് ട്രാൻസ്ഫോംസ്, ആ ട്രാൻസ്ഫോംസിന്റെ ബേസിക് ഫണ്ടമെന്റൽസ്, ആ ട്രാൻസ്ഫോംസിന്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് മെയിൻലി ISRO, VSSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ IAS-ലും അതുപോലെ ഗേറ്റിലും ചോദിച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലമാറ്റിക് ട്രിക്കി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഇന്ററാക്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let del of t denote the delta function. The value of the integral going from minus infinity to plus infinity del of t cosine of 3 times t divided by 2 dt is. ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ആണ് തന്നിരിക്കുന്നത്. ആ ഇന്റഗ്രേഷനിൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണ്? ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഒരു ഡെൽറ്റ ഡിറാക് ഫംഗ്ഷന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്? The value of the delta t അല്ലെങ്കിൽ the value of the unit impulse signal equal to infinite ആയിരിക്കും when t equal to 0 ആയിരിക്കും for other time. എന്ന് പറഞ്ഞാല് വിത്തിൻ 0 ടൈമില് ഡെൽ ഓഫ് ടിയുടെ മാഗ്നിറ്റ്യൂഡ് റേസസ് ടു എന്താകുന്നു? ഇൻഫിനിറ്റി ആകുന്നു, അല്ലെങ്കിൽ വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറുന്നു. Therefore നമുക്ക് പറയാം ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒരു സിംഗുലാരിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷണൽ റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ത്? ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ. കാരണം പ്രാക്ടിക്കലി ഒരു സിഗ്നലും വിത്തിൻ 0 ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റൈസസ് ടു ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ആകത്തില്ല. Therefore ഇതൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് നോർമലി മാത്തമാറ്റിക്കലി ഡെൽ ഓഫ് ടിയെ അനലൈസ് ചെയ്യാൻ അതിന്റെ ഏരിയ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. Therefore നമുക്ക് പറയാം the area of the signal del of t equal to always എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഏരിയ 1 ആയതുകൊണ്ട് ഈ സിഗ്നലിനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയാം. Therefore ഇവിടെ ഒരു 1 റെപ്രസെന്റ് ചെയ്താൽ, ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഒരു 1 കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ആ 1ന്റെ മീനിങ് എന്തായിരിക്കും? ഏരിയ ഓഫ് ദ സിഗ്നൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ പറയാം സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ എന്ന് പറയാം. Therefore യൂണിറ്റ് സ്ട്രെങ്ത് തരുന്ന ഒരു സിഗ്നൽ ആണെന്ത്? ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ. ആ ഒരു ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെ മാത്രമായിരിക്കും? t ഈക്വൽ ടു 0 മാത്രമായിരിക്കും. ഓക്കെ, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്താല് നമുക്ക് ഓക്കെ, any signal x of t multiplied with del of t minus t0 equal to x of t at t equal to t0 multiplied with del of t minus t0 ആയിരിക്കും. എന്ന് പറഞ്ഞാല് എനി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. അതിന്റെ ടൈമും അതിന്റെ ആംപ്ലിറ്റ്യൂഡും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഒരു ഷിഫ്റ്റഡ് ഇമ്പൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഇമ്പൾസ് ആയിരിക്കും. ഇതിന്റെ വാല്യൂ ആക്ച്വലി എന്താണ്? ഒരു ഇമ്പൾസ് ആയിരിക്കും. ആ ഇമ്പൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെ മാത്രമായിരിക്കും? ടി ഈക്വൽ ടു t0 ആയിരിക്കും. ആ ഇമ്പൾസിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? എക്സ് ഓഫ് t0 ആയിരിക്കും. അതാണ് ഇതിന്റെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷന്റെ മീനിങ്. ഓക്കെ, ആ സാമ്പിളിംഗ് പ്രോപ്പർട്ടി ഇൻസൈഡ് വൺ ഇന്റഗ്രേഷന്റെ അകത്ത് വന്നാൽ, ഒരു ഇന്റഗ്രേഷന്റെ അകത്ത് സാമ്പിളിംഗ് പ്രോപ്പർട്ടി വന്നാല് ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എക്സ് ഓഫ് t0 തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാല് നമുക്ക് ആ എക്സ് ഓഫ് t0 എന്ന് പറഞ്ഞാല് ഒരു സിമ്പിൾ ആംപ്ലിറ്റ്യൂഡ് മാത്രമായിരിക്കും. ഇന്റഗ്രേഷൻ ആൻസർ ഓൾവേസ് എന്തായിരിക്കും? ഒരു ഇന്റിജർ വാല്യൂ, ഒരു റിയൽ നമ്പർ ആയിരിക്കും. ആ റിയൽ നമ്പറിന്റെ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും? the value of the function when the delta signal become non-zero. ഈ ഡെൽറ്റ സിഗ്നൽ നോൺ സീറോ ആകുന്നത് എവിടെ മാത്രമായിരിക്കും? t ഈക്വൽ ടു t0 മാത്രമായിരിക്കും. Therefore the integration value മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആകണമെന്ന് നിർബന്ധമില്ല. ഈ t മൈനസ് t0 അല്ലെങ്കിൽ ടിയുടെ വാല്യൂ t0 ആയാല് ആ t0 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ആയാൽ മതി. ഈ ലിമിറ്റിന്റെ അകത്തായിരിക്കണം മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് a2 പ്ലസ് a കൊടുക്കാം. പക്ഷെ ഈ t ഈക്വൽ ടു t0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കണം?
ഇൻ ബിറ്റ്വീൻ മൈനസ് എ ആൻഡ് പ്ലസ് എ ആയിരിക്കണം. എങ്കിൽ മാത്രം ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോയുടെ വാല്യൂ എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ഔട്ട്സൈഡ് ദ ലിമിറ്റ് ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? ഈ ഇന്റഗ്രേഷന്റെ ആൻസർ സീറോ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്? ദ വാല്യൂ ഓഫ് ദ എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു ടി സീറോ ആണ്. സിമിലർലി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ജസ്റ്റ് ഡെൽ ഓഫ് ടി എന്നാണ് തന്നിരിക്കുന്നത്. ആ ഡെൽ ഓഫ് ടി നോൺ സീറോ ആകുന്നത് എവിടെ മാത്രമായിരിക്കും? ടി ഈക്വൽ ടു സീറോയിൽ മാത്രമായിരിക്കും. ദർഫോർ സെക്കൻഡ് ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ടി ഈക്വൽ ടു സീറോ ആണ് ആൻസർ. ദർഫോർ ആൻസർ എന്തായിരിക്കും? കോസ് ഓഫ് 3 ഇൻറ്റു 0 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു കോസ് 0 ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ദർഫോർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ പീരിയോഡിക് സിഗ്നൽ വി ഓഫ് ടി ഈക്വൽ ടു 30 ടൈംസ്. ആംപ്ലിറ്റ്യൂഡ് നോക്കേണ്ട കാര്യമില്ല. ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യാൻ ആംപ്ലിറ്റ്യൂഡ് എന്താണെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് സൈനസോഡൽ ടൈം എന്താണ്? സൈൻ ഓഫ് 100t ആണ്. ഇൻ ജനറൽ നമുക്ക് പറയാം ഓൾവേസ് സൈൻ ആൻഡ് കൊസൈൻ സിഗ്നൽ ഇൻ സിമ്പിൾ ഹാർമോണിക് ടൈം അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി റെപ്രസെന്റേഷനിൽ ഏത് ഫോർമാറ്റിലായിരിക്കും? സൈൻ ഒമേഗ ടി ഫോർമാറ്റിലായിരിക്കും. ദർഫോർ നമുക്ക് പറയാം ഒമേഗ 1 ഈക്വൽ ടു എന്തായിരിക്കും? 100 ആയിരിക്കും. ഒമേഗ 2 ഈക്വൽ ടു സെക്കൻഡ് ടൈം എന്താണ്? 100 കോസ് 300t ആണ്. ദർഫോർ ഒമേഗ 2 ഈക്വൽ ടു 300 ആയിരിക്കും. ഒമേഗ 3 ഈക്വൽ ടു എന്താണ്? തേർഡ് ടൈമില് 6 ടൈംസ് സൈൻ 500t പ്ലസ് പൈ ഡിവൈഡ് ബൈ 4. പൈ ഡിവൈഡ് ബൈ 4 എന്താണ്? ഫേസ് ആണ്. ഫേസ് ചേഞ്ച് ഒരിക്കലും ഫ്രീക്വൻസി അഫക്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെ അഫക്ട് ചെയ്യത്തില്ല. ദർഫോർ ആംപ്ലിറ്റ്യൂഡും ഫേസും നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സൈനും കോസും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കാണും, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് കാണും. അഗെയിൻ ഫേസ് ഡിഫറൻസ് എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെ അഫക്ട് ചെയ്യത്തില്ല. ദർഫോർ നമുക്ക് എന്ത് മാത്രം കൺസിഡർ ചെയ്യാം? ദ കറസ്പോണ്ടിങ് ഹാർമോണിക്സ് മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കിയാല് ഫസ്റ്റ് ഫ്രീക്വൻസിയുടെ തേർഡ് മൾട്ടിപ്പിൾ ആണ് എന്ത്? സെക്കൻഡ് ഫ്രീക്വൻസി. നമുക്ക് പറയാം ഒമേഗ 2 ഈക്വൽ ടു 3 ടൈംസ് ഒമേഗ 1 ആയിരിക്കും. സിമിലർലി ഒമേഗ 3 ഈക്വൽ ടു എന്തായിരിക്കും? 5 ടൈംസ് ഒമേഗ 1 ആയിരിക്കും. ദർഫോർ ഈ 3 ഫ്രീക്വൻസിയില് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആരാണ്? ഒമേഗ 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ 3 ഫ്രീക്വൻസിയില് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്? 100 ആണ്. ആ ഹയസ്റ്റ് കോമൺ ഫാക്ടറിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഒമേഗ 2 ഈക്വൽ ടു തേർഡ് ഹാർമോണിക്സ് ആണ്. ഒമേഗ 2 ഈക്വൽ ടു എന്താണ്? തേർഡ് ഹാർമോണിക് കോമ്പണന്റ് ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ ആണ്. ഒമേഗ 3 ഈക്വൽ ടു എന്താണ്? ഫിഫ്ത് ഹാർമോണിക് ആണ്. ദർഫോർ ദ കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്തായിരിക്കും? 100 ആയിരിക്കും. ദർഫോർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക, കുറെ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈക്വൽ ടു എന്തായിരിക്കും? ഓൾവേസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും. ഫണ്ടമെന്റൽ ടൈം പീരീഡ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2π f ആണ്, അല്ലെങ്കിൽ 2π ഡിവൈഡ് ബൈ ടി ആയിരിക്കും. ദർഫോർ ദ ഫണ്ടമെന്റൽ ടൈം പീരീഡ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഫണ്ടമെന്റൽ ടൈം പീരീഡ് ചോദിച്ചാൽ 2π ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ദ സിഗ്നൽ അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രേഷൻ -∞ ടു +∞ എക്സ്പൊണൻഷ്യൽ -t മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽ ഓഫ് 2 ടൈംസ് t മൈനസ് 2 dt. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്, ഡെൽറ്റ സിഗ്നലില് ടൈമിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കെയിൽ ചെയ്തിട്ടുണ്ട്. 2 ടൈംസ് t മൈനസ് 1 ആണ് ദ ആക്ച്വൽ ഡെൽറ്റ, ദ ഗിവൺ ഡെൽറ്റ സിഗ്നൽ. നമുക്കറിയാം ഡെൽറ്റ സിഗ്നലിന്റെ പ്രോപ്പർട്ടി നോക്കിയാല് അതിന്റെ ടൈമിനെ കംപ്രസ് ചെയ്താല്, ടൈമിനെ ഡെൽ ഓഫ് AT എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടൈമിനെ കംപ്രസ് ചെയ്യുന്നു. ടൈമിനെ കംപ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഏരിയ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഏരിയ ഉള്ള ഒരു ഫംഗ്ഷൻ, യൂണിറ്റ് ഏരിയ ഉള്ള ഒരു ഫംഗ്ഷൻ, ഇപ്പൊ എക്സാമ്പിൾ മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 2 മുതൽ പ്ലസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 2. ദർഫോർ ടോട്ടൽ വിഡ്ത്ത് എന്തായിരിക്കും? ഡെൽറ്റ ആയിരിക്കും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ഡിവൈഡ് ബൈ ഡെൽറ്റ ആണെങ്കിൽ ദ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഏരിയ ഈക്വൽ ടു 1 ആയിരിക്കും. ഇങ്ങനെ ഒരു സിഗ്നലിനെ കംപ്രസ് ചെയ്ത് ഡെൽറ്റ
ടെൻസ് ടു സീറോ ആകുമ്പം വെൻ ഡെൽറ്റ ടെൻസ് ടു സീറോ ആകുമ്പം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഏരിയ 1 ആയിട്ട് കീപ്പ് ചെയ്താൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെർഫോർ വിഡ്ത്ത് വെരി വെരി സ്മോൾ ആകുമ്പം ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അങ്ങനെ മേക്ക് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സിഗ്നൽ ആണെന്ത്? ഡെൽറ്റ സിഗ്നൽ. ഓക്കെ, അങ്ങനെ മേക്ക് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സിഗ്നലാണ് ഡെൽറ്റ സിഗ്നൽ. ഈ ഡെൽറ്റ സിഗ്നലിന്റെ ടൈം വാല്യൂവിനെ കുറച്ചുകൂടി കംപ്രസ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽ ഓഫ് AT എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടൈമിനെ കംപ്രസ് ചെയ്താൽ വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ ഡിക്രീസ് ചെയ്യും. വിഡ്ത്ത് ഡിക്രീസ് ചെയ്താൽ ഏരിയ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എത്ര ടൈംസ് ആണോ വിഡ്ത്തിനെ ഡിക്രീസ് ചെയ്യിക്കുന്നത് അത്രയും ടൈംസ് അതിന്റെ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. Therefore, the corresponding del of AT യുടെ വാല്യൂ എന്തായിരിക്കും? 1 divided by A മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽ ഓഫ് ടി ആയിരിക്കും. ഇതിന്റെ മീനിങ് എന്താണ്? ഡെൽ ഓഫ് ടിയുടെ ഏരിയ 1 ആണ്. 1 മൾട്ടിപ്ലൈഡ് വിത്ത് 1 ഡിവൈഡഡ് ബൈ A എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ A ആയിരിക്കും. Therefore, the corresponding ടൈം സ്കെയിൽഡ് വാല്യൂ ഓഫ് ഡെൽ ഓഫ് AT ഈക്വൽ ടു എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽ ഓഫ് ടി ആയിരിക്കും. ഇതാണ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഓഫ് ദ ഡെൽറ്റ സിഗ്നൽ. ആ പ്രോപ്പർട്ടി ഈ ഇന്റഗ്രേഷനിൽ അപ്ലൈ ചെയ്താൽ ഈ ഇന്റഗ്രേഷനെ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. The integration changes to എന്തായിട്ട് മാറും? e raised to minus t 1 divided by 2 ഇവിടെ നിന്ന് വന്നു del of 2 times t minus 1 എന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇതിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? del of t minus 1 നോൺ സീറോ ആകുന്ന ടൈമിലുള്ള എക്സ് ഓഫ് ടിയുടെ വാല്യൂ ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. ഈ ഡെൽ ഓഫ് ടി മൈനസ് 1 നോൺ സീറോ ആകുന്നത് എവിടെ മാത്രമായിരിക്കും? വെൻ ടി ഈക്വൽ ടു 1 മാത്രമായിരിക്കും. Therefore, the corresponding x of ടിയുടെ വാല്യൂ അറ്റ് ടി ഈക്വൽ ടു 1 ഫൈൻഡ് ചെയ്യണം. ഈക്വൽ ടു എന്തായിരിക്കും? e raised to minus 1 ആയിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. Therefore, ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 2 ടൈംസ് e ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus AT sin omega t e of t. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ഫൈൻഡ് ചെയ്യാം. ബേസിക് ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാം. സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമില് e raised to minus AT എന്ന് പറഞ്ഞാൽ ടൈം ഡൊമൈനിൽ എന്ത് ചെയ്യുന്നു? ടൈം ഡൊമൈനിൽ ഒരു ഫേസ് ചേഞ്ച് ആഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ടൈം ഡൊമൈനിൽ ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അതുവഴി ഫൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബേസിക് ഇന്റഗ്രേഷൻ ആയിട്ട് ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം ബേസിക് എക്സ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം തന്നിരിക്കുന്ന ഏത് ഫംഗ്ഷൻ ആണ്? e raised to minus AT sin omega t e of t ആണ്. Therefore, ഈ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും? 0 to infinity e raised to minus AT sin omega t again e raised to minus ST എന്തുണ്ട്? dt ഉണ്ട്. Therefore, ഈ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? e raised to minus of s plus a t into sin omega t dt എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം ബേസിക് ഇന്റഗ്രേഷൻ ഓഫ് e raised to minus AT sin bt എന്തായിരിക്കും? ബേസിക് ഇന്റഗ്രേഷൻ ഓഫ് e raised to minus AT sin bt എന്തായിരിക്കും? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എയ്തർ ബൈ അപ്ലൈയിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ബൈ കൺവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചാൽ, ഈ ഇന്റഗ്രേഷന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒമേഗ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നായിരിക്കും. Therefore, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ഇക്വേഷൻ ഒമേഗ ഡിവൈഡഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നായിരിക്കും. ഈ സൈൻ ഒമേഗ ടിയെ ഇ റേസ് ടു മൈനസ് 80 എന്ന് പറയുന്നൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇ റേസ് ടു മൈനസ് 80 എന്ന് പറയുന്നൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്ത് ചേഞ്ച് നടക്കും? ഇ റേസ് ടു മൈനസ് 80 ആണെങ്കിൽ എസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എന്തായിരിക്കണം? എസ് പ്ലസ് എ ആയിരിക്കണം. റിമൈനിങ് ടേംസിന് ചേഞ്ച് ഇല്ല, ജസ്റ്റ് എസ് മാത്രം, കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറും? എസ് പ്ലസ് എ ആയിട്ട് മാറും. സിമിലർലി കോസ് ഒമേഗ ടി എടുത്താൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇതിന് ഇ റേസ് ടു പ്ലസ് 80 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 80 ആണെങ്കിൽ എസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എന്തായിരിക്കും? എസ് മൈനസ് എ ആയിരിക്കും. എസ് മൈനസ് എ ആയിരിക്കും. അന്നേരം ഈ ടെക്നിക്കൽ ഫണ്ടമെന്റാലിറ്റി ഓർത്തിരിക്കുക. ഇ റേസ് ടു മൈനസ് 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എസ് പ്ലസ് എ ആയിരിക്കും. കറസ്പോണ്ടിങ് ദ ഒറിജിനൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? എസ് പ്ലസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അതിന്റെ റീസൺ ഇവിടെ നോക്ക്, ഈ ഇക്വേഷനിൽ ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് എസ് ടി എക്സ് ഓഫ് ടി ഡി ടി ആയിരുന്നു. ഇവിടെ എസിന് പകരം എന്തായിട്ട് മാറി? എസ് പ്ലസ് എ ആയിട്ട് മാറി. Therefore എവിടെയൊക്കെ എസ് ഉണ്ടോ ആ എസിനെ റീപ്ലേസ് ചെയ്ത് എന്താക്കി മാറ്റണം? എസ് പ്ലസ് എ ആക്കി മാറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബേസിക് ഫണ്ടമെന്റൽ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം. ആ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത് ഏത് ഫൊറിയർ ട്രാൻസ്ഫോം ആകാം, ഇസഡ് ട്രാൻസ്ഫോം ആകാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ആകാം, ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആകാം. ഏത് ഫ്രീക്വൻസി സ്പെക്ട്രം ആണെങ്കിലും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിന്റെ ടൈം ഡൊമൈനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഡിസ്ക്രീറ്റ് ദെൻ ദ ഫംഗ്ഷൻ ഈസ്. ഇവിടെ തന്നിരിക്കുന്നതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം. ഫ്രീക്വൻസി സ്പെക്ട്രം എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആണ്. അങ്ങനെ ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫൊറിയർ ട്രാൻസ്ഫോമിന് എക്സാമ്പിൾ ആണ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫൊറിയർ ട്രാൻസ്ഫോമിന് എക്സാമ്പിൾ ആണെന്ത്? ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഡിസ്ക്രീറ്റ് ആണ് ഫ്രീക്വൻസി ഡൊമൈനിൽ എങ്കിൽ ആ ഒറിജിനൽ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ആ ഒറിജിനൽ സിഗ്നൽ, ടൈം ഡൊമൈൻ സിഗ്നൽ ഡിസ്ക്രീറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. ആ പീരിയോഡിക്, നോൺ പീരിയോഡിക് എന്ന് പറയുന്നു, പീരിയോഡിക് എന്ന് പറയുന്നു, റാൻഡം എന്ന് പറയുന്നു. അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫണ്ടമെന്റൽ, ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ആ ഡിസ്ക്രീറ്റ് പ്രോപ്പർട്ടി കറസ്പോണ്ട്സ് ടു പീരിയോഡിസിറ്റി ഇൻ ടൈം ഡൊമൈൻ ആയിരിക്കും. ഒന്നുകൂടി പറയാം, ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഡിസ്ക്രീറ്റും ആ കണ്ടിന്യൂസ് പ്രോപ്പർട്ടിയും ടൈം ഡൊമൈനിൽ ഏത് പ്രോപ്പർട്ടി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏതർ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ നോൺ പീരിയോഡിസിറ്റി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി സ്പെക്ട്രം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ടൈം ഡൊമൈനിൽ ആ സിഗ്നൽ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. പക്ഷെ അത് മാത്രം അറിഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഈ ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി സ്പെക്ട്രം കണ്ടിന്യൂസ് ആകാം, ഡിസ്ക്രീറ്റ് ആകാം, പീരിയോഡിക് ആകാം, നോൺ പീരിയോഡിക് ആകാം. Therefore 4 ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഫ്രീക്വൻസി സ്പെക്ട്രം കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് എന്തെന്ന് പറയാം? ലാപ്ലേസ് ട്രാൻസ്ഫോം പറയാം, ഇസഡ് ട്രാൻസ്ഫോം പറയാം, ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം. ടൈം ഡിസ്ക്രീറ്റ് ആണെങ്കിലും ഫ്രീക്വൻസി സ്പെക്ട്രം കണ്ടിന്യൂസ് ആയ ഒരു ട്രാൻസ്ഫോം ആണെന്ത്? ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം. ടൈം ഡൊമൈനിൽ ഡിസ്ക്രീറ്റ് ആണ്, പക്ഷെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഫ്രീക്വൻസി ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ടൈം ഡൊമൈനിൽ ആ സിഗ്നൽ എന്തായിരിക്കും? നോൺ പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ടൈം ഡൊമൈനിൽ സിഗ്നല് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഈ സൈഡ് നമുക്ക് പറയാം കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അന്നേരം ഏത് ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെയും ഫ്രീക്വൻസി സ്പെക്ട്രം കണ്ടുപിടിച്ചാൽ ആ ഫ്രീക്വൻസി സ്പെക്ട്രം ആക്ച്വലി എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്നു. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൽ നമുക്കറിയാം ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ ഏത് ഫോർമാറ്റിലാണ്? ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ്, 0 1 2 3 എക്സെട്ര. ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ ആണ് ഓൾവേസ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നത്.
ആ സിഗ്നൽ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്തായിരിക്കണം? പീരിയോഡിക് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ടൈം ഡൊമൈനിൽ സിഗ്നൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഗെയിൻ സെയിം പ്രോപ്പർട്ടി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി സ്പെക്ട്രം എന്തായിരിക്കും? നോൺ പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ 4 കോമ്പിനേഷൻസ് പറഞ്ഞിരുന്നാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. എക്സാമ്പിള്, ടൈം ഡൊമൈനിൽ ഒരു സിഗ്നൽ ഡിസ്ക്രീറ്റ് ആൻഡ് പീരിയോഡിക് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലും ആ സിഗ്നൽ എന്തായിരിക്കും? പീരിയോഡിസിറ്റി കറസ്പോണ്ട് ഡിസ്ക്രീറ്റ് ആയിരിക്കും, ഡിസ്ക്രീറ്റ് കറസ്പോണ്ട് എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. Therefore, the periodic and discrete signal in time domain in frequency domain എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആൻഡ് പീരിയോഡിക് ആയിരിക്കും. Therefore, DFT എടുത്താൽ, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ ഇൻപുട്ട് പീരിയോഡിക് ആൻഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി സ്പെക്ട്രം എന്തായിരിക്കും? പീരിയോഡിക് ആൻഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. The Fourier transform of a DC signal x of t equal to capital A is. Fourier transform of a DC signal x of t equal to A എന്ന് പറയുന്ന സിഗ്നലിന്റെ Fourier transform ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡെൽ ഓഫ് ടി, ഡെൽറ്റ സിഗ്നലിന്റെ Fourier transform നമുക്കറിയാം 1 ആണ്. ഡെൽറ്റ സിഗ്നലിന്റെ Fourier transform 1 ആണ്. ടൈം ഡൊമൈൻ സിഗ്നലിന്റെ കറസ്പോണ്ടിങ് Fourier transform എന്താണ്? 1 ആണ്. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനില് ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നല് അത് എക്സ് ഓഫ് ജെ ഒമേഗ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് എക്സ് ഓഫ് ഒമേഗ ആണെന്നിരിക്കട്ടെ. ആ എക്സ് ഓഫ് ഒമേഗയില് ഒമേഗ റീപ്ലേസ് ചെയ്ത് എക്സ് ഓഫ് ടി ആക്കിയാല്, ടൈം ആക്കിയാല്, ആ സിഗ്നലിന്റെ Fourier ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാല് ഒന്നുകൂടെ പറയാം. എക്സ് ഓഫ് ടിയുടെ Fourier ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗയാണ്. ഈ എക്സ് ഓഫ് ഒമേഗയില് ഒമേഗ റീപ്ലേസ് ചെയ്ത് എന്താക്കുന്നു? ടി ആക്കുന്നു. അങ്ങനെ ഒരു സിഗ്നലിന്റെ Fourier ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഒറിജിനൽ സിഗ്നൽ എന്താണോ ആ സിഗ്നലിന്റെ ടൈം റീപ്ലേസ് ചെയ്ത് എന്താക്കണം? മൈനസ് ഒമേഗ ആക്കണം. അതിനുശേഷം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എന്ത്? ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമുക്ക് എന്തെന്ന് പറയാം? ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയാം. ആ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ നമുക്ക് എന്തിന്റെ Fourier ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം? എക്സ് ഓഫ് ടി ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സിഗ്നലിന്റെ Fourier ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. അതിന്റെ കാരണം ഡെൽ ഓഫ് ടിയുടെ Fourier ട്രാൻസ്ഫോം 1 ആണ്. Therefore, 1ന്റെ Fourier ട്രാൻസ്ഫോം എന്തായിരിക്കും? 1ന്റെ Fourier ട്രാൻസ്ഫോം 1 ഈക്വൽ ടു എന്തായിരിക്കും? 2π ഇൻറ്റു ഡെൽ ഓഫ് ടിക്ക് പകരം എന്ത് കൊടുക്കണം? മൈനസ് ഒമേഗ കൊടുക്കണം. നമുക്കറിയാം ഡെൽറ്റ സിഗ്നൽ ഒരു സിമെട്രിക് സിഗ്നൽ ആണ്. അതിന്റെ റീസൺ, ഡെൽറ്റ സിഗ്നലില് മൈനസ് ഒമേഗ കൊടുത്താലും പ്ലസ് ഒമേഗ കൊടുത്താലും അതിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെ മാത്രമായിരിക്കും? 0യിൽ മാത്രമായിരിക്കും. Therefore, ഡെൽറ്റ സിഗ്നൽ ഓൾവേസ് എന്തായിരിക്കും? ഒരു സിമെട്രിക് സിഗ്നൽ ആയിരിക്കും. Therefore, 1ന്റെ Fourier ട്രാൻസ്ഫോം എന്തായിരിക്കും? 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ ആയിരിക്കും. ഇവിടെ 1ന് പകരം എന്ത് തന്നിട്ടുണ്ട്? എ തന്നിട്ടുണ്ട്. Therefore, 1 മൾട്ടിപ്ലൈഡ് വിത്ത് എ ആണെങ്കിൽ കറസ്പോണ്ടിങ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻40 cos 60. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോസ് ഓഫ് 80യുടെ ജനറൽ ഇക്വേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഇവിടെ e⁻80 കൊണ്ട് കോസ് ബി ടി എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. e⁻bt കൊണ്ട് കോസ് 80യെ മൾട്ടിപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് എസിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എസ് പ്ലസ് ബി. ഇവിടെ മൈനസ് ബി ആണെങ്കിൽ എസ് പ്ലസ് ബി കൊണ്ട് റീപ്ലേസ് ചെയ്യണം. Therefore, ആൻസർ എന്തായിരിക്കും? എസ് പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. Therefore, നമുക്ക് പറയാം കോസ് 60യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ്. e⁻40 കൂടെ എക്സ്ട്രാ വന്നാൽ എസിന് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എസ് പ്ലസ് 4 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. Therefore, ആൻസർ എന്തായിരിക്കും? എസ് പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആയിരിക്കും. Therefore, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
the region of convergence of the Z transform of a unit step function. Region of convergence അല്ലെങ്കിൽ ROC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം സ്റ്റേബിൾ ആയി ഫൈൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കൺവേർജ് ചെയ്യണമെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പറയുന്ന പേരാണ് എന്ത്? റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇപ്പം ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് പറയുന്നത് ഏത് ബേസ് ചെയ്തിട്ടായിരിക്കും? റിയൽ പാർട്ട് ഓഫ് എസ് വെച്ചിട്ടായിരിക്കും. റിയൽ പാർട്ട് ഓഫ് എസ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആണ്. എസ് എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. ഓക്കെ, കാരണം എസ് ഈ സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് സിഗ്മ ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആയിരിക്കും. ഓക്കെ, ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് സിഗ്മ ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി ആണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. Therefore ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓൾവേസ് 1 ആയിരിക്കും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് സിഗ്മയുടെ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യാം? എയ്തർ ഇൻക്രീസ് ചെയ്യാം ഓർ ഡിക്രീസ് ചെയ്യാം. Therefore സിഗ്മയാണ് ആക്ച്വലി ഈ ടോട്ടൽ ഇന്റഗ്രേഷന്, ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റഗ്രേഷന്റെ ഫൈനൽ ആൻസർ കൺവേർജിങ് ആണോ, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണോ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് വാല്യൂ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Therefore ലാപ്ലേസ് ട്രാൻസ്ഫോമില് റിയൽ പാർട്ട് ഓഫ് എസ് വെച്ചിട്ടാണ് അതിന്റെ ഫൈനൽ ഇന്റഗ്രേഷൻ കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഫൈൻഡ് ചെയ്യുന്നത്. റിയൽ പാർട്ടിന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എക്സ് ആക്സിസിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം. Therefore എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റ് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വരച്ചാൽ മതി? വെർട്ടിക്കൽ ലൈൻസ് വരച്ചാൽ മതി. Therefore വെർട്ടിക്കൽ ലൈൻസിന്റെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ആയിരിക്കും റീജിയൻ ഓഫ് കൺവേർജൻസ് ഓഫ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. സിമിലർലി ഇസഡ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? സിഗ്മ എൻ ഗോയിങ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ ആയിരിക്കും. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എഗെയിൻ കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആയിരിക്കും ഇൻ പോളാർ ഫോം. Therefore ഇസഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആർ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യാം. വേർ ആർ ഈക്വൽ ടു എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ആയിരിക്കും. എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ആയിരിക്കും. ഇൻ പോളാർ ഫോമിൽ ഈ ആംപ്ലിറ്റ്യൂഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒമേഗ റെപ്രസെന്റ് ആംഗിൾ ആയിരിക്കും. ഒമേഗ റെപ്രസെന്റ്സ് ആംഗിൾ ആയിരിക്കും. ആർ റെപ്രസെന്റ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. Therefore ഒരു സർക്കിളില് ആ സർക്കിളിന്റെ റേഡിയസ് ആർ വേരി ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ആകുന്നത്. Therefore ഓൾവേസ് ഇസഡ് ട്രാൻസ്ഫോമില് ROC പറയുന്നത് ബേസ്ഡ് ഓൺ എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഇസഡ് ബേസ് ചെയ്തിട്ടായിരിക്കും. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? ആർ ആണ്. സ്മോൾ ആറിന്റെ വാല്യൂ എന്ന് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. Therefore മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഒരു ക്വാണ്ടിറ്റി ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു ക്വാണ്ടിറ്റി ആകാം. ഓൾവേസ് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്. Therefore രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആകും, വിച്ച് ഈസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ അറ്റ് സെന്റർ 0 0 ആൻഡ് റേഡിയസ് എ ആയിട്ട് മാറും. Therefore region of convergence of ഇസഡ് ട്രാൻസ്ഫോം ഓൾവേസ് റെപ്രസെന്റ്സ് ബൈ എന്തായിരിക്കും? സർക്കിൾ ആയിട്ടായിരിക്കും. ആ സർക്കിളിന്റെ അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ആയിരിക്കും കറസ്പോണ്ടിങ് കൺവേർജൻസ് ഫ്രീക്വൻസി റേഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് ഇക്വേഷൻ ഓഫ് ഇസഡ് ട്രാൻസ്ഫോം ഞാൻ പറഞ്ഞു, എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഇവിടെ എക്സ് ഓഫ് എൻ യു ഓഫ് എൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഓഫ് എൻ യു ഓഫ് എൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആയിട്ട് മാറും. എക്സ് ഓഫ് എന്നിന്റെ വാല്യൂ യു ഓഫ് എൻ ആണ്, അത് 1 ആയിരിക്കും. ഇസഡ് റേസ് ടു മൈനസ് എൻ ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീക്വൻസ് ആയിട്ട് മാറും വിത്ത് കോമൺ റേഷ്യോ ഇസഡ് റേസ് ടു മൈനസ് 1. ഒരു കോമൺ റേഷ്യോ ആറും ഫസ്റ്റ് ടൈം എയും ആണെങ്കിൽ എ ആർ സ്ക്വയർ അങ്ങനെ ആയിരിക്കും ആ ഇൻഫൈനൈറ്റ് ജോമെട്രി സീക്വൻസ് പോകുന്നത്. അതിന്റെ സം എന്തായിരിക്കും? ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 1 മൈനസ് ആർ ആയിരിക്കും. Therefore ഈ സമ്മിന്റെ
ടോട്ടൽ ഫൈനൽ സം എന്തായിരിക്കും 1/1 മൈനസ് ഇസഡ് റേസ് ടു -1 ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം Z/Z-1 എന്ന് എഴുതാം. Therefore, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും Z/Z-1 ആയിരിക്കും. ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഓർത്തിരിക്കുക. U(n) എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഇതാണ് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ROC റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ ആയിരിക്കും. Therefore, ROC എന്തായിരിക്കും മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. Therefore, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. For any transform, either it is Laplace transform or Z transform, corresponding ROC എന്തായിരിക്കും, if the signal is right-sided signal, then the ROC is right of the rightmost pole ആയിരിക്കും. If the signal is left-sided signal ആണെങ്കിൽ ROC എന്തായിരിക്കും ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആയിരിക്കും. മോഡ് ലെസ് ദാൻ 1 ആയിട്ട് മാറും. ഒരു റൈറ്റ് സൈഡ് സിഗ്നലിന്റെയും ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിന്റെയും സൂപ്പർ പൊസിഷൻ ആണ് ഒറിജിനൽ സിഗ്നൽ എങ്കിൽ ROC എന്തായിരിക്കും ഇൻ ബിറ്റ്വീൻ ദ പോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അനുലാർ റീജിയൻ ആയിരിക്കും. ഓക്കെ, ദർഫോർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റിയൽ പാർട്ട് പറയുന്നത് ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ദർഫോർ ഈ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A sequence x of n with the Z transform x of Z equal to, ഒരു സിഗ്നലിന്റെ Z ട്രാൻസ്ഫോം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Z ട്രാൻസ്ഫോം എന്താണ് x of Z equal to Z raised to +4 plus Z square minus 2 times Z plus 2 minus 3 times Z raised to -4 എന്നാണ്. ഈ ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു, ഒരു LTI സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ആ LTI സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്താണ് 2 times del of n-3 ആണ്. നമുക്കറിയാം LTI സിസ്റ്റത്തില് ആ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും, ഒരു ഫിൽട്ടർ യൂസ് ചെയ്യും. ആ ഫിൽട്ടറിന്റെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി ഫൈൻഡ് ചെയ്യുന്നത് ഏത് ബേസ് ചെയ്തിട്ടാണ്, ആ ഫിൽട്ടറിൽ ഒരു ഇമ്പൾസ് സിഗ്നൽ കൊടുത്താൽ അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടാണ് ആ ഫിൽട്ടറിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ആ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ആ ഇമ്പൾസ് റെസ്പോൺസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് 2 times del of n-3 ആണ്. ഈ എക്സ് ഓഫ് ഇസഡിനെ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, കറസ്പോണ്ടിങ് y of n at n equal to 4. ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ഇമ്പൾസ് റെസ്പോൺസ് ഒരു സിസ്റ്റമായിട്ട് റെപ്രസെന്റ് ചെയ്താൽ എക്സ് ഓഫ് എൻ ഇൻപുട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്തായിരിക്കും, ദ കൺവല്യൂഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും. ഇതാണ് ബേസിക് ഇക്വേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ LTI സിസ്റ്റം. ഒരു സിസ്റ്റം ലീനിയറും ടൈം ഇൻവേരിയന്റും ആണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും, ആ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് അറിയാമെങ്കിൽ ആ ഔട്ട്പുട്ടിനെ തരുന്ന ഇൻപുട്ടുമായിട്ട് കൺവോൾവ് ചെയ്താൽ, കൺവല്യൂഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ LTI സിസ്റ്റം. ആ ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഓഫ് ദ LTI സിസ്റ്റം ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഡയറക്ട്ലി ഇൻപുട്ട് അല്ല, ആ ഇൻപുട്ടിന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, ഇതിൽ നിന്ന് എക്സ് ഓഫ് എൻ ഫൈൻഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ് എക്സ് ഓഫ് എൻ ഫൈൻഡ് ചെയ്യാൻ. കാരണം എക്സ് ഓഫ് ഇസഡിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്, സിഗ്മ n is equal to -∞ to +∞ എക്സ് ഓഫ് n into Z raised to -n ആണ്. എക്സ് ഓഫ് എന്നില് n പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇസഡിന്റെ പവർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എക്സ് ഓഫ് 0 ആണെങ്കിൽ Z raised to 0 ആയിരിക്കും. എക്സ് ഓഫ് 1 ആണെങ്കിൽ Z raised to എന്തായിരിക്കും, -1 ആയിരിക്കും. എക്സ് ഓഫ് -1 ആണെങ്കിൽ Z raised to എന്തായിരിക്കും, +1 ആയിരിക്കും. സിമിലർലി എക്സ് ഓഫ് 2 ആണെങ്കിൽ Z raised to -2 ആയിരിക്കും. പ്ലസ് എക്സ് ഓഫ് -2 ആണെങ്കിൽ Z raised to എന്തായിരിക്കും, +2 ആയിരിക്കും. ഇങ്ങനെയാണ് സിഗ്നൽ വേരി ചെയ്യുന്നത്. Therefore നമുക്ക് പറയാം Z raised to +4 വന്നത് എവിടെ ആയിരിക്കും, n is equal to -4 -4 Z raised to +2 വരുന്നത് എവിടെ ആയിരിക്കും,
n is equal to -2ലായിരിക്കും. ഇസ് റേസ് ടു 1 വരുന്നത് എവിടെ ആയിരിക്കും? n is equal to -1ലായിരിക്കും. 2 കറസ്പോണ്ട്സ് ടു വിത്തൗട്ട് ദ പവർ ഓഫ് z കറസ്പോണ്ട്സ് ടു എന്തായിരിക്കും? n is equal to 0 ആയിരിക്കും. ഇസ് റേസ് ടു -4 കറസ്പോണ്ട്സ് ടു എന്തായിരിക്കും? n is equal to +4 ആയിരിക്കും. Therefore ഇവിടുന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? x of n ഫൈൻഡ് ചെയ്യാം. Therefore the corresponding x of n is equal to, ഗ്രാഫിക്കലി എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ഗ്രാഫിക്കലി n is equal to 0 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 2 ആണ്. n is equal to 0 ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. n is equal to -1 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? -1. ഇവിടെ നോക്കിയാൽ -1 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? -2 ആണ്. Therefore ആംപ്ലിറ്റ്യൂഡ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. -2 താഴോട്ടായിരിക്കും. n is equal to -2 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. Therefore -2 ആംപ്ലിറ്റ്യൂഡ് +1 ആയിരിക്കും. കറസ്പോണ്ടിങ് -3 ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. -4 ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? +1. എഗെയിൻ എന്തായിരിക്കും? +1 ആയിരിക്കും. ഇനി പോസിറ്റീവ് സൈഡ് എടുത്താൽ ഒരു ഒറ്റ ടൈം മാത്രമേ വന്നിട്ടുള്ളൂ, -4. Therefore നമുക്ക് പറയാം 1ലും 2ലും 3ലും ഒക്കെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. 4ൽ മാത്രം എന്തായിട്ട് മാറും? ആംപ്ലിറ്റ്യൂഡ് -3 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ. ഓക്കെ, ഈ സിഗ്നലിനെ ഏത് സിഗ്നലുമായിട്ട് കൺവോൾവ് ചെയ്യുന്നു? 2 ടൈംസ് ഡെൽ ഓഫ് n-3 എന്ന് പറഞ്ഞ സിഗ്നലുമായിട്ട് കൺവോൾവ് ചെയ്യുന്നു. കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ ഡെൽ ഓഫ് n-n0 കൊണ്ട് കൺവോൾവ് ചെയ്താൽ ദ കറസ്പോണ്ടിങ് ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? ഈ n-n0 ഫുള്ളി ഈ എന്നിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. എക്സ് ഓഫ് എന്നിന്റെ n മാറി എന്തായിട്ട് മാറണം? ഈ ഡെൽറ്റ സിഗ്നലിന്റെ അകത്തുള്ള ഫുൾ ടൈം ഫംഗ്ഷൻ ആയിട്ട് മാറണം. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ n മാറി 2n-n0 ആകണം. n-n0 ആണെങ്കിൽ എക്സ് ഓഫ് എന്നിന്റെ n മാറി എന്തായിട്ട് മാറണം? എക്സ് ഓഫ് n-n0 ആയിട്ട് മാറണം. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്താൽ ഈ രണ്ട് സിഗ്നലിന്റെ കൺവല്യൂഷൻ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഈക്വൽ ടു 2 ടൈംസ് എക്സ് ഓഫ് n-3 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ദ ഡെൽറ്റ സിഗ്നൽ ആണ്. ഒരു ഷിഫ്റ്റഡ് ഇമ്പൾസ് സിഗ്നൽ കൊണ്ട് ഒരു ഇൻപുട്ട് സിഗ്നലിനെ കൺവോൾവ് ചെയ്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ദ ഷിഫ്റ്റഡ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, therefore നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 ടൈംസ് എക്സ് ഓഫ് n-3 ആണ് ആൻസർ. എക്സ് ഓഫ് n ഇത് എക്സ് ഓഫ് n-3 എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എക്സ് ഓഫ് n-നെ 3 ടൈംസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? -3 എന്ന് പറഞ്ഞാല് 3 ടൈംസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. 3 ടൈംസ് എന്ത് ചെയ്യണം? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. n-3 എന്ന് പറഞ്ഞാല് 3 യൂണിറ്റ് ഓഫ് ടൈം ആ സിഗ്നൽ എന്താണ്? ഡിലേഡ് ആണ്. നേരത്തെ തുടങ്ങേണ്ട സിഗ്നൽ 3 ടൈംസ് എന്ത് ചെയ്തു? ഡിലേ ചെയ്തു. Therefore ഈ സിഗ്നലിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? 3 ടൈംസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. വെറുതെ ഷിഫ്റ്റ് ചെയ്താൽ പോരാ, ആംപ്ലിറ്റ്യൂഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore ഈ സിഗ്നലിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ആ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സിഗ്നൽ ഈ 4ലുള്ള സിഗ്നൽ എവിടെ വരും? 7ൽ വരും. 0ലുള്ള സിഗ്നൽ എവിടെ വരും? 0ലുള്ള സിഗ്നല് 3ൽ വരും. 3ൽ എന്തായിരിക്കും? 2 × 2 4 ആയിരിക്കും. 7 എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? -3 × 2 6 ആയിരിക്കും. -1 -3 -1ന്റെ കൂടെ റൈറ്റിലോട്ട് 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്താൽ അത് എവിടെ ആയിരിക്കും വരുന്നത്? -1 + 3 = എവിടെ ആയിരിക്കും? 2ലായിരിക്കും. ആ സിഗ്നൽ വരുന്നത് 2ലായിരിക്കും. അതായത് ഇവിടെ നോക്കിയാല് ഈ സിഗ്നൽ എല്ലാം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ n = 4 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു സിഗ്നലും ഇല്ല. n = 4 എന്ന് പറഞ്ഞ പോയിന്റിൽ ആരില്ല? ഔട്ട്പുട്ടില് ഒരു സിഗ്നലും ഇല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n = 4ലുള്ള ഔട്ട്പുട്ട് ആണ്. Therefore 4ല് സിഗ്നൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 0 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ആ മെത്തേഡ് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ആ മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്? എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു z⁴ പ്ലസ് z² - 2 ടൈംസ് z പ്ലസ് 2 - 3 ടൈംസ് z⁻⁻4 എന്നാണ്. എച്ച് ഓഫ് n ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് ഡെൽ ഓഫ് n-3
3 എന്നാണ്. ഡെൽ ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്താണ്? ഡെൽ ഓഫ് എന്നിന്റെ അല്ലെങ്കിൽ ഡെൽ ഓഫ് ടിയുടെ ഏത് ഫ്രീക്വൻസി സ്പെക്ട്രം എടുത്താലും ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഡെൽറ്റ സിഗ്നൽ എല്ലാ സിഗ്നലിനെയും ഈക്വലി ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു സിഗ്നൽ ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ സിഗ്നലിന്റെ ടൈം ഡൊമൈനിൽ അതിന്റെ വിഡ്ത്ത് എന്താണ്? നിയർലി ഈക്വൽ ടു 0 ആണ്. ദെർഫോർ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഫ്രീക്വൻസി എന്തായിട്ട് മാറും? വൈഡ് സ്പെക്ട്രം ആയിട്ട് മാറും. ദെർഫോർ നമുക്ക് കിട്ടുന്നത് ഒരു വൈഡ് സ്പെക്ട്രം ആയിരിക്കും. വൈഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസിയിലും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് തരുന്ന ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഡെൽ ഓഫ് എന്നിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓർ ഇസഡ് ട്രാൻസ്ഫോം ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഡെൽ ഓഫ് n മൈനസ് 3യുടെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. ടൈമിന് ഷിഫ്റ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ആര് ഷിഫ്റ്റ് ആകും? ഫേസ് ഷിഫ്റ്റ് ആകും. ടൈം ഡൊമൈനിൽ ടൈം ഷിഫ്റ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ആര് ഷിഫ്റ്റ് ആകും? ഫേസ് ആംപ്ലിറ്റ്യൂഡ് അല്ല, ഫ്രീക്വൻസി അല്ല, ആര് ഷിഫ്റ്റ് ആകും? ഫേസ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഫേസ് ഷിഫ്റ്റ് ഈക്വൽ ടു ഇസഡ് റൈസ് ടു -3 എന്നായിരിക്കും. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ഡെൽ ഓഫ് n മൈനസ് 3യുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഈക്വൽ ടു ഒറിജിനൽ ഡെൽ ഓഫ് എന്നിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം 1 മൾട്ടിപ്ലൈഡ് വിത്ത് ദ കറസ്പോണ്ടിങ് ഇസഡ് റൈസ് ടു -n0 എന്നായിരിക്കും. ജനറൽ ഇക്വേഷൻ എക്സ് ഓഫ് n മൈനസ് n0യുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഒറിജിനൽ എക്സ് ഓഫ് എന്നിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം മൾട്ടിപ്ലൈഡ് വിത്ത് ഇസഡ് റൈസ് ടു -n0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെർഫോർ ഈ സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? 2 ഇൻറ്റു ഇസഡ് റൈസ് ടു -3 ആയിരിക്കും. ഓക്കെ, എക്സ് ഓഫ് ഇസഡും എച്ച് ഓഫ് ഇസഡും അറിയെങ്കിൽ കറസ്പോണ്ടിങ് വൈ ഓഫ് ഇസഡ് എന്തായിരിക്കും? എക്സ് ഓഫ് ഇസഡ് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ കറസ്പോണ്ട്സ് ടു ഫ്രീക്വൻസി ഡൊമൈൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ടൈം ഡൊമൈനിൽ സിഗ്നലിനെ കൺവോൾവ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ സിഗ്നലിനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെർഫോർ വൈ ഓഫ് ഇസഡ് ഈക്വൽ എന്തായിരിക്കും? ഇതേ മൾട്ടിപ്ലൈഡ് വിത്ത് ഇതായിരിക്കും. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -7 വരും, ഇവിടെ -3 വരും, ഇവിടെ -2 വരും, ഇവിടെ -1 വരും, ഇവിടെ എന്ത് വരും? ഇസഡ് റൈസ് ടു 1 വരും. അവിടെ ഏത് ടേം ഇല്ല? ഇസഡ് റൈസ് ടു -4 എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? അതിൽ, അനഘ, അച്ചു? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The Z transform of a system is h of z equal to z divided by z minus 0.2. ഒരു Z transform of a signal ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? h of z equal to z divided by z minus 0.2 ആണ്. If the ROC is mod z less than 0.2, then the impulse response of the system. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന സിഗ്നലില് the corresponding ROC equal to എന്താണ്? mod z less than 0.2 എന്നാണ്. mod z less than ആണെങ്കിൽ the given signal എന്തായിരിക്കും? ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. mod z ഗ്രേറ്റർ ദാൻ ഓൾറെഡി പറഞ്ഞു, റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ ആയിരിക്കും ഫോർ എ റൈറ്റ് സൈഡ് സിഗ്നൽ. ഇവിടെ ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. therefore the given സിഗ്നൽ അല്ലെങ്കിൽ ഒറിജിനൽ ടൈം ഡൊമൈൻ സിഗ്നൽ എന്തായിരിക്കണം? ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കണം. ഓക്കെ, യു ഓഫ് എൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഇക്വേഷൻ ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ആയിരിക്കും. യു ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ദെർഫോർ കറസ്പോണ്ടിങ് ROC എന്തായിരിക്കും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്നായിരിക്കും. ഈ റൈറ്റ് സൈഡഡ് സിഗ്നലിനെ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആക്കി മാറ്റിയാൽ എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ ലെഫ്റ്റ് സൈഡഡ് എന്താണ്? യു ഓഫ് -n -1 എന്നാണ്. വെറും യു ഓഫ് -n എന്ന് എടുത്തിട്ട് കാര്യമില്ല. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? -1 എന്നാണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പോലല്ല. കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നിന്ന് യു ഓഫ് ടി കറസ്പോണ്ട്സ് ടു യു ഓഫ് -t ആക്കിയാൽ എന്തായിട്ട് മാറും? ലെഫ്റ്റ് സൈഡഡ് ആയിട്ട് മാറും. തിരിച്ച് ഡിസ്ക്രീറ്റ് ഡൊമൈനില് ലെഫ്റ്റ് സൈഡ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? -1 എന്നാണ്, നോട്ട് ഫ്രം 0. therefore ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ഓഫ് യു ഓഫ് എൻ എന്തായിരിക്കും? യു ഓഫ് -n -1 ആയിരിക്കും. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്താൽ കിട്ടുന്ന ആൻസർ -z ഡിവൈഡ് ബൈ z മൈനസ് എ എന്നാണ്. ഈ മൈനസിന് ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുപോയാൽ എന്തായിട്ട് മാറും?
മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആയിട്ട് മാറും. അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇസഡ് ബൈ ഇസഡ് മൈനസ് എ തന്നെ ആയിരിക്കും. ഈ രണ്ട് ഇസഡ് ട്രാൻസ്ഫോമും സെയിം ആണ്. പക്ഷെ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? അതിന്റെ ROC എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ എ എന്നായിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. Therefore ഇതിന് പകരം ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 0.2 ആണെങ്കിൽ കറസ്പോണ്ടിങ് ടൈം ഡൊമൈൻ സിഗ്നൽ എന്തായിരിക്കും? 0.2 റേസ് ടു എൻ യു ഓഫ് എൻ ആയിരിക്കും. ഇഫ് ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.2 ആണെങ്കിൽ അഗെയിൻ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 0.2ന്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 0.2 റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1. അഗെയിൻ ഒരു എക്സ്ട്രാ മൈനസ് ഇതായിരിക്കും വെൻ ദ ROC ലെസ് ദാൻ 0.2 ആണെങ്കിൽ. Therefore നമുക്ക് പറയാം ഇതിന്റെ കറസ്പോണ്ടിങ് ROC ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആയതുകൊണ്ട് ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, എപ്പോഴും ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ യു ഓഫ് മൈനസ് എൻ മൈനസ് 1ന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തും കൂടെ ആഡ് ചെയ്യണം? ഒരു നെഗറ്റീവും കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒറിജിനൽ ആൻസർ ഓഫ് ദ പോസിറ്റീവ് സൈഡ് സിഗ്നലിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 0.2 എ റേസ് ടു എൻ യു ഓഫ് എന്നിലും മൈനസ് എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1ലും എന്തായിരിക്കും? ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ലെഫ്റ്റ് ആണ്. Therefore ഈ ആൻസർ ഒരിക്കലും കറക്റ്റ് ആകത്തില്ല. ഇവിടെ കറക്റ്റ് ആണ്, പക്ഷെ എക്സ്ട്രാ എന്തില്ല? നെഗറ്റീവ് ഇല്ല. Therefore ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രീവിയസ്ലി പറഞ്ഞ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ROC ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണ്. ഇതിന് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഫൈൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1/3 റേസ് ടു എൻ യു ഓഫ് എന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1/3 ആയിരിക്കും. മൈനസ് ഹാഫ് റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1ന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1/2 ആയിരിക്കും. ഇത് റൈറ്റ് സൈഡ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ROC ആണ്. Therefore മോഡ് ഇസഡ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 1/3 ആയിരിക്കണം. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം ആണ്. Therefore ROC എന്തായിരിക്കണം? ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആയിരിക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്താൽ നമുക്ക് പറയാം 1/3യേക്കാളും കൂടുതലുമായിരിക്കണം, 1/2നേക്കാളും കുറവുമായിരിക്കണം. Therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ 2ഉം 3ഉം എഴുതി വെക്കരുത്. ഇവിടുത്തെ ആക്ച്വൽ എ എന്താണ്? എ റേസ് ടു എൻ യു ഓഫ് എൻ ഫോർമാറ്റിലാണ് തരുന്നത്. Therefore ഇവിടുത്തെ ആക്ച്വൽ എയും ബിയും 1/3ഉം 1/2 ആണ്. അതാണ് ആക്ച്വൽ പോൾസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 2 discrete time systems with the impulse response h1 of n equal to del of n minus 1 and h2 of n equal to del of n minus 2 is cascaded. Find the overall impulse response of the cascaded system. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? Please try to answer. ഇവിടെ രണ്ട് ഇമ്പൾസ് റെസ്പോൺസ് സിസ്റ്റംസ് തന്നിട്ടുണ്ട്. രണ്ട് സിസ്റ്റംസ് കാസ്കേഡ് ചെയ്താൽ, കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് h1 of n ഉം രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് h2 of n ഉം ആണെങ്കിൽ ഇതിനൊരു സിംഗിൾ സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്താൽ ആ സിംഗിൾ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ അല്ല, കൺവല്യൂഷൻ ആയിരിക്കും. h1 of n കൺവല്യൂഷൻ h2 of n ആയിരിക്കും കറസ്പോണ്ടിങ് കാസ്കേഡഡ് സിസ്റ്റത്തിന്റെ കൺവല്യൂഷൻ. Therefore നമുക്ക് പറയാം ഈ രണ്ട് സിസ്റ്റംസ് കാസ്കേഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫൈനൽ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും? h of n ഈക്വൽ ടു del of n minus 1 കൺവല്യൂഷൻ എന്തായിരിക്കും? h2 of n ആയിരിക്കും. h2 of n ഈക്വൽ ടു del of n minus 2 ആയിരുന്നു. ഇവിടെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ദ ഇമ്പൾസ് സിഗ്നൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിന് x of n എന്ന് അസ്യൂം ചെയ്താൽ ഈ n റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കണം? n minus 2 കൊടുക്കണം. Therefore ആൻസർ എന്തായിരിക്കും? del of n is replaced with n minus 2. Again ഒരു -1 ഉണ്ട്. Therefore ആൻസർ എന്തായിരിക്കും? del of n minus 3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the impulse response of a discrete time system is h of n equal to minus 5 raised to n u of minus n minus 1, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിഗ്നൽ ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്നിന്റെ നെഗറ്റീവ് വാല്യൂസിൽ മാത്രമാണ് സിഗ്നൽ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിന് കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 5 ആയിരിക്കും. ROC എന്തായിരിക്കും? മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ 5 ആയിരിക്കും. ഓക്കെ, ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 5 രണ്ട് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി. ഇവിടെ രണ്ടിടത്ത് നെഗറ്റീവ് ഉണ്ട്. ആ രണ്ട് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷനിൽ സ്റ്റേബിൾ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇവിടെ നോക്ക്, 5 റേസ് ടു n എന്ന് പറഞ്ഞാല് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 5 റേസ് ടു n എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അൺബൗണ്ടഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ച് n ലെസ് ദാൻ 1 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു n നെഗറ്റീവ് ആണെങ്കിൽ, ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നാണ് ഉദ്ദേശിച്ചത്. n നെഗറ്റീവ് ആണെങ്കിൽ n 0 ആയിരിക്കുമ്പോൾ 1 ആയിരിക്കും, n മൈനസ് 1 ആയിരിക്കുമ്പോൾ 5 റേസ് ടു മൈനസ് 1 ഈക്വൽ ടു എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ 5 റേസ് ടു 1 ആയിരിക്കും, ഈക്വൽ ടു 1 ബൈ 5 ഈക്വൽ ടു 0.2 ആയിരിക്കും. 5 റേസ് ടു മൈനസ് 2 എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ 5 സ്ക്വയർ ആയിരിക്കും, 1 ഡിവൈഡ് ബൈ 25 ആയിരിക്കും, ഈക്വൽ ടു 0.04 ആയിരിക്കും. ആ സിഗ്നൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് പറയാം n ഇൻഫൈനൈറ്റ് ആയാലും ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. ഈ സിഗ്നല് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയതുകൊണ്ട് ഇതൊരിക്കലും അൺബൗണ്ടഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യത്തില്ല. ഈ സിഗ്നൽ എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. നമുക്ക് പറയാം ഈ കറസ്പോണ്ടിങ് സിഗ്നൽ എന്തായിരിക്കും? ഒരു സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിള് 2 റേസ് ടു n u of n, ഈ സിഗ്നൽ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. h of n ഈക്വൽ ടു 2 റേസ് ടു n u of n തന്നാൽ ആ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം u of n എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് n ആണ്. ഇവിടെ 2 പവർ പോസിറ്റീവ് വാല്യൂസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അത് അൺബൗണ്ടഡ് ആയിട്ട് മാറും. ഇൻസ്റ്റെഡ് ഓഫ് 2 റേസ് ടു n 1/2 റേസ് ടു n ആയിരുന്നെങ്കിൽ ഈ സിസ്റ്റം എന്തായിരിക്കും? ഒരു സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. കാരണം 1/2 റേസ് ടു n ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/2 റേസ് ടു ഇൻഫിനിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ again by using the duality property ആണ്. e raised to minus t u of t യുടെ ഫോറിയർ ട്രാൻസ്ഫോം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് j ടൈംസ് 2 പൈ f ആണ്. അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ എന്താണ്? 1 പ്ലസ് j ഒമേഗ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് j ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് j ഒമേഗ റീപ്ലേസ്ഡ് വിത്ത് ടി ആണെങ്കിൽ കറസ്പോണ്ടിങ് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? 2 പൈ ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ടി റീപ്ലേസ്ഡ് വിത്ത് എന്തായിരിക്കും? മൈനസ് ഒമേഗ ആയിരിക്കും. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് j ടൈംസ് 2 പൈ എഫിന്റെ ഫ്രീക്വൻസി എഫ് മാറ്റി ടൈം ആക്കിയാൽ അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ബൈ അപ്ലൈയിങ് ദ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ ആൻസർ എന്തായിരിക്കും? 2 പൈ ടി ആണെങ്കിൽ 2 പൈ ഇൻറ്റു എക്സ് ഓഫ് ടി എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ടി യു ഓഫ് ടി ആയിരുന്നു. ആ മൈനസ് ടി റീപ്ലേസ് ചെയ്ത് എന്താക്കണം? മൈനസ് എഫ് ആക്കണം. ടി റീപ്ലേസ് ചെയ്ത് മൈനസ് എഫ് ആക്കണം. ആൻസർ എന്തായിരിക്കും? ആൻസർ 2 പൈ ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് എഫ് യു ഓഫ് മൈനസ് എഫ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഓക്കെ. ഇവിടെ ഒമേഗ ആണെങ്കിലാണ് 2 പൈ വരുന്നത്. ഫ്രീക്വൻസി ആണെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? 2 പൈയുടെ ആവശ്യമില്ല. കാരണം ഒമേഗ ഈക്വൽ ടു 2 പൈ ഇൻറ്റു ഫ്രീക്വൻസി ആണ്. ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു പ്ലസ് എഫ് ഇ ഓഫ് മൈനസ് എഫ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ഓഫ് ടി ബി ദ ഇൻപുട്ട് ടു എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. എക്സ് ഓഫ് ടി ഇസ് ദ ഇൻപുട്ട് ടു എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ദ റിക്കോർഡ് ഔട്ട്പുട്ട് ഈസ് 4 ടൈംസ് എക്സ് ഓഫ് ടി മൈനസ് 2. ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഔട്ട്പുട്ടും ഇൻപുട്ടും തന്നിട്ടുണ്ട്. നമുക്ക് എന്തിനെ ഡിസൈൻ ചെയ്യണം? കറസ്പോണ്ടിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യണം.
അതൊരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു VLSI ഡിസൈൻ എഞ്ചിനീയർ അല്ലെങ്കിൽ IC ഡിസൈൻ എഞ്ചിനീയർ ആയിരിക്കും നോർമലി ചെയ്യുന്നത്. ഔട്ട്പുട്ടും ഇൻപുട്ടും അറിയെങ്കിൽ ആ സിസ്റ്റം കുറെ കോമ്പണൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. ഇൻപുട്ടും സിസ്റ്റവും തന്നാൽ ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അനലൈസ് ചെയ്താൽ മതി. അതാണ് നോർമൽ പ്രോബ്ലം ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ്. ഇവിടെ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ഈ സിസ്റ്റത്തില് ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നൽ XT ആണ്. ആ സിസ്റ്റം എന്ത് ചെയ്തു, ഇൻപുട്ടിനെ 4 ടൈംസ് ആംപ്ലിഫൈ ചെയ്തു. XT എന്ന് പറയുന്ന സിഗ്നലിന്റെ ടൈമിനെ എന്ത് ചെയ്തു, 2 ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. വളരെ സിമ്പിൾ ആണ്. 4 ടൈംസ് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റം എന്തായിരിക്കണം, 4 ഗെയിൻ ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ഈ സിസ്റ്റത്തിനെ നോർമലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, x of j omega, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിസ്റ്റം മൾട്ടിപ്ലൈഡ് വിത്ത് ഫേസ് ഓഫ് ദ സിസ്റ്റം. ഫേസ് ഓഫ് ദ സിസ്റ്റത്തിനെ either h of j omega എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ e⁻j omega എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, രണ്ടാണെങ്കിലും സെയിം ആണ്. ഇതാണ് ആംഗിൾ എങ്കിൽ XT എന്ത് ചേഞ്ച് ആയിരിക്കും നോർമലി വരുന്നത്, XT ആംപ്ലിറ്റ്യൂഡിനെ, XT ആംപ്ലിറ്റ്യൂഡ് A ആണെങ്കിൽ A എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിസ്റ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. XT എന്ന് പറയുന്ന സിഗ്നലിന്റെ ടൈമിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, T മൈനസ് ആംഗിൾ ഓഫ് h of j omega വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, 2 ടൈംസ് ആണ് ഇവിടെ ഫേസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ഈ സിസ്റ്റം എത്ര ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യണം, 2 ടൈംസ് ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ സിസ്റ്റത്തിനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, R അഗെയിൻ എന്ത് തന്നെ ആയിരിക്കും, മോഡുലസ് ഓഫ് h of e⁻, അല്ലെങ്കിൽ h of j omega തന്നെ ആയിരിക്കും. R into e⁻j theta. ആ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ ഓഫ് h of j omega ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ R e⁻j theta എന്ന് റെപ്രസെന്റ് ചെയ്യാം. വേർ R is the amplitude of the signal, theta is the phase of the signal. ഓക്കെ, ഇവിടെ തീറ്റ ഈക്വൽ ടു നമുക്കറിയാം ഒമേഗ ഇൻറ്റു ടി ആയിരിക്കും. തീറ്റ ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. വേർ ആംഗുലർ വെലോസിറ്റി ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി ആയിരിക്കും. ഇവിടുത്തെ ആക്ച്വൽ ഫേസ് എന്താണ്, 2 ആണ്. ഇവിടെ ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു എഫ് ആണ്. അതിന്റെ കൂടെ ആ ഫേസും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ ഫേസ് ഈക്വൽ ടു എന്താണ്, -2 ആണ്. -2 ആണ്. ദ കറസ്പോണ്ടിങ് സിസ്റ്റം എന്തായിരിക്കും, ദ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു e⁻4 ടൈംസ് j ടൈംസ് π ഇൻറ്റു എഫ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോർമലി വരേണ്ടത് എന്താണ്, R e⁻j2π f എന്നാണ്, f ഇൻറ്റു ടി എന്നാണ്. ഓക്കെ, ഇവിടെ XT മാറി XT മൈനസ് T0 ആയാല്, ഈ ടി മാറ്റി എന്ത് കൊടുക്കണം, ഈ ടി മാറ്റി T0 കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്. XTയുടെ ഒറിജിനൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടൈമിനെ T0 ടൈംസ് ഷിഫ്റ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് h of j omega ഈക്വൽ ടു എന്തായിരിക്കും, R e⁻j ഇൻറ്റു 2π f ഇൻറ്റു T0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, Fourier transform of x of t equal to x of j omega. The Fourier transform of the signal x of 5 times t minus 3. x of 5 times t minus 3യുടെ Fourier transform ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് x of t minus 3യുടെ Fourier transform ഫൈൻഡ് ചെയ്യാം. x of j omega ആണ് x of t യുടെ Fourier transform എങ്കിൽ ടൈമിനെ ഷിഫ്റ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ആര് ഷിഫ്റ്റ് ആകും, ഫേസ് ഷിഫ്റ്റ് ആകും. t-3 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്ത് ടൈം എക്സ്ട്രാ വരും, -j omega T0. ഇവിടുത്തെ T0 ആരാണ്, 3 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. x of t-3 ആണ് വരുന്നതെങ്കിൽ t-3ക്ക് കറസ്പോണ്ടിങ് x of j omega എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, e⁻j omega ആ ടൈം ഷിഫ്റ്റഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഈ സിഗ്നലിന് എന്ത് ചെയ്യണം, ടൈമിനെ സ്കെയിൽ ചെയ്യണം. ടൈമിനെ സ്കെയിൽ ചെയ്താൽ ജനറലി
എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് എ ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോമില് ആംപ്ലിറ്റ്യൂഡ് 1 ഡിവൈഡ് ബൈ എ ആയിട്ട് മാറും. സിമിലർലി ഫ്രീക്വൻസി എന്തായിട്ട് മാറും? ഒമേഗ ഡിവൈഡ് ബൈ എ ആയിട്ട് മാറും. ഓക്കെ, therefore ഇവിടുത്തെ എല്ലാ സിഗ്നലിലെയും ഒമേഗ മാറി എന്തായിട്ട് മാറണം? ഒമേഗ ഡിവൈഡ് ബൈ 5 ആയിട്ട് മാറണം. കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറണം? 1/5 ആയിട്ട് മാറണം. അതായിരിക്കും ഫൈനൽ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. therefore നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. സോറി, ഓപ്ഷൻ ബി ആയിരിക്കും ഫൈനൽ ആൻസർ. സോറി, ഓപ്ഷൻ ബിയിൽ നെഗറ്റീവ് ഇല്ല. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ let g of t equal to e raised to minus pi times t square and h of t is a filter matched to g of t. h of t is a filter matched to g of t. ഒരു ഫിൽട്ടർ എടുത്താല് ആ ഫിൽട്ടർ മാച്ച് ടു ഇൻപുട്ട് ആണെങ്കിൽ ആ ഫിൽട്ടർ നമുക്ക് എന്തെന്ന് പറയാം? മാച്ച് ഫിൽട്ടർ എന്ന് പറയാം. എന്തെന്ന് പറയാം? മാച്ച് ഫിൽട്ടർ എന്ന് പറയാം. ഒരു ഫിൽറ്ററിന്റെ മാച്ച്ഡ് ഫിൽട്ടർ റെസ്പോൺസ് എന്തായിരിക്കും? ഓൾവേസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്താൽ കറസ്പോണ്ടിങ് മാച്ച് ഫിൽട്ടർ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി ആയിരിക്കും. ഓക്കെ, ആക്ച്വലി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ആണ്. ഇവിടെ എന്താണ്? ഫ്രീക്വൻസി ടേംസിലായതുകൊണ്ട് നെഗറ്റീവ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പറയാം ദ കറസ്പോണ്ടിങ് എച്ച് ഓഫ് ടി ഈക്വൽ ടു എന്തായിരിക്കും? ഷിഫ്റ്റഡ് വെർഷൻ ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. അത് ആക്ച്വലി ഡയറക്ട്ലി ഷിഫ്റ്റഡ് അല്ല, ഒരു ടൈം ഷിഫ്റ്റിംഗും കാണും. ഒരു ക്യാപിറ്റൽ ടി മൈനസ് ടി ഫോർമാറ്റിലായിരിക്കും. നമുക്ക് ജനറലി പറയാം ദ കറസ്പോണ്ടിങ് ടൈം ഷിഫ്റ്റഡ് വെർഷൻ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. ദ റെസ്പോൺസ് ഓഫ് ദ മാച്ച്ഡ് ഫിൽറ്റർ മാച്ചസ് ടു എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഫിൽറ്ററിനെ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് ഈ സിഗ്നല് ഈ സിസ്റ്റത്തിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ അതൊരു മാച്ച്ഡ് ഫിൽറ്റർ, അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ത് തന്നെയായിരിക്കും? ജി ഓഫ് മൈനസ് ടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ മൈനസ് ടി, ടിക്ക് പകരം മൈനസ് ടി കൊടുത്താൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ടി സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ തന്നെ കിട്ടും. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഔട്ട്പുട്ട് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇ റേസ് ടു മൈനസ് പൈ ടി സ്ക്വയർ കൊടുത്താൽ ആ സിസ്റ്റത്തിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് പൈ എഫ് ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഇ റേസ് ടു മൈനസ് പൈ ടി സ്ക്വയർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് പൈ എഫ് സ്ക്വയർ ആയിരിക്കും. therefore ഈ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് പൈ എഫ് സ്ക്വയർ ആയിരിക്കും. ഈ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് പൈ എഫ് സ്ക്വയർ ആയിരിക്കും. ഈ രണ്ട് സിസ്റ്റംസും LT സിസ്റ്റംസ് ആണ്. therefore കൺവല്യൂഷൻ ഓഫ് ദ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട്. കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം അറിയെങ്കിൽ ഔട്ട്പുട്ട് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? കൺവല്യൂഷൻ വേണ്ട, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. therefore ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് 2 പൈ എഫ് സ്ക്വയർ ആയിരിക്കും. therefore ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1/2 റേസ് ടു 2 യു ഓഫ് എൻ. 1/2 റേസ് ടു 2 ആണ്. ആൻഡ് വൈ ഓഫ് എൻ ഈക്വൽ ടു, ഓക്കെ ആക്ച്വലി ഇവിടെ 1/2 റേസ് ടു എൻ എന്നായിരുന്നു തരേണ്ടത്. 1/2 റേസ് ടു എൻ ആണ്, സോറി. ഓക്കെ, ആൻഡ് വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് എൻ. വൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയറിംഗ് ആംപ്ലിഫയർ ആണ്. ഒരു സ്ക്വയറിംഗ് ആംപ്ലിഫയർ വഴി ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ആക്കി മാറ്റുന്നു. ആൻഡ് വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ബി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എൻ. കറസ്പോണ്ടിങ് വൈ ഓഫ് എന്നിന്റെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്താണ്? 1/2 റേസ് ടു എൻ യു ഓഫ് എൻ ആണ്.
ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y of n കിട്ടും. ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 the whole square ഈക്വൽ ടു എന്തായിട്ട് മാറും? 1/2 raised to 2n ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് 1/2 raised to 2 the whole raised to n എന്നും പറയാം. അല്ലെങ്കിൽ 1/4 raised to n e of n എന്നും പറയാം. e of n സ്ക്വയർ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? e of n തന്നെ ആയിരിക്കും. e of n മൈനസ് n0 എത്ര ടൈംസ് സ്കെയിൽ ചെയ്താലും ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? e of n മൈനസ് n0 തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം 1നെയാണ് സ്ക്വയർ ചെയ്തത്. 1നെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. therefore u square of n ഈക്വൽ ടു എന്തായിരിക്കും? u of n തന്നെ ആയിരിക്കും. ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് y of e raised to j omega. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? y of e raised to j0 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാല് ഈ സിഗ്നലിന്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. ആ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൽ ഒമേഗ ഈക്വൽ ടു 0 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എ റൈസ് ടു എൻ യു ഓഫ് എന്നിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ബേസിക് ഇക്വേഷൻ. എ റൈസ് ടു എൻ യു ഓഫ് എന്നിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ബേസിക് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എന്നാണ്. ഓക്കെ, therefore 1/4 raised to n u of n ന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ബേസിക് ഇക്വേഷൻ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നായിരിക്കും. ഇവിടെ ഒമേഗയ്ക്ക് 0 കൊടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ therefore y of e റേസ് ടു j0 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു 0 ഈക്വൽ ടു 1 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഒറിജിനിലെ വാല്യൂ, ഫ്രീക്വൻസി ഡൊമൈനിന്റെ ഒറിജിന്റെ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും? ടൈം ഡൊമൈനിലെ ഏരിയ ആയിരിക്കും. ടൈം ഡൊമൈനിലെ ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഇന്റഗ്രേഷൻ ആയിരിക്കും. 1/4 raised to n ഇന്റഗ്രേറ്റ് ചെയ്താൽ ആക്ച്വലി ഇന്റഗ്രേഷൻ സമ്മേഷൻ ആണ്. 1/4 raised to n ഇൻഫിനിറ്റ് ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ കിട്ടും, ഈക്വൽ ടു എന്തായിരിക്കും? 1 ഡിവൈഡ് ബൈ 1 മൈനസ് 4 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 4/3 കിട്ടും. ഓക്കെ, അങ്ങനെയും കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്ക്. n is equal to മൈനസ് 1 1. n is equal to മൈനസ് 1 1 ആണെങ്കിൽ 1 ഇൻറ്റു ഇസ് റേസ് ടു 1 ആയിരിക്കും. n is equal to 2 0, therefore 2 into is raised to 0 ആയിരിക്കും. n is equal to 1 മൈനസ് 1, മൈനസ് 1 into is raised to എന്തായിരിക്കും? മൈനസ് 1 ആയിരിക്കും. പ്ലസ് n is equal to 2 എന്ന് പറഞ്ഞാല് is raised to മൈനസ് 2 ആയിരിക്കും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. n is equal to അതർ വാല്യൂസിൽ എന്താണ്? 0 ആണ്. therefore ആൻസർ എന്തായിരിക്കും? z plus 2 plus is raised to മൈനസ് 1 plus is raised to മൈനസ് 2. നമുക്ക് പറയാം, ഓർഡറിൽ എഴുതിയാൽ നമുക്ക് എങ്ങനെ പറയാം? z പ്ലസ് 2 മൈനസ് is raised to മൈനസ് 1 പ്ലസ് is raised to മൈനസ് 2 എന്ന് പറയാം. അങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സോറി, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ. 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സിഗ്നം ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഗ്രേറ്റർ ദാൻ 0 യു ഓഫ് ടിയും ലെസ് ദാൻ ടിയില് യു ഓഫ് മൈനസ് ഓഫ് യു ഓഫ് മൈനസ് ടിയും തരുന്ന സിഗ്നൽ ആണെന്ത്? സിഗ്നം ഫംഗ്ഷൻ. ഗ്രേറ്റർ ദാൻ 0 പ്ലസ് 1ഉം ലെസ് ദാൻ 0 മൈനസ് 1ഉം തരുന്ന ഒരു സിഗ്നൽ ആണെന്ത്? സിഗ്നം ഫംഗ്ഷൻ. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗയാണ്. ഇനി യു ഓഫ് ടി ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ആയിരിക്കും. ഓക്കെ, ഇനി റാമ്പ് സിഗ്നൽ ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം, ഒമേഗ ഡിവൈഡഡ് ബൈ ജെ ടൈംസ് ഒമേഗ സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് മൈനസ് ഒമേഗ.
പൈ ഡെൽ ഓഫ് മൈനസ് ഒമേഗ ആക്ച്വലി എന്ത് തന്നെയാണ്? ഡെൽ ഓഫ് ഒമേഗ, സോറി, ഡെൽ ഓഫ് ഒമേഗ അല്ല, ഡെൽ ഡാഷ് ഓഫ് ഒമേഗയാണ്. ഡെൽ ഡാഷ് ഓഫ് ഒമേഗ നമുക്ക് പറയാം ഡബ്ലറ്റ് എന്ന് പറയാം. ഡെൽ ഓഫ് ടിയുടെ ഡെറിവേറ്റീവിനെ പറയുന്ന പേരാണ് എന്ത്? ഡബ്ലറ്റ്. എന്തെന്ന് പറയാം? ഡബ്ലറ്റ് എന്ന് പറയാം. ഓക്കെ. ആർ എഫ് ടി, റാം സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഒമേഗ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? പൈ ഇൻറ്റു ഡെൽ ഡാഷ് ഓഫ് ഒമേഗ. ഇത്രയും ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി 1 ഡിവൈഡഡ് ബൈ യു ഓഫ് ടിയുടെ സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ ഡെറിവേറ്റീവിന്റെ വാല്യൂ നിന്നാണ് ആർ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നത്. Therefore ഇവിടെ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് ഓർത്തിരിക്കുക. സിഗ്നം ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ആയിരിക്കും. ഡെൽ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആയിരിക്കും. യു ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് 1 ബൈ ജെ ഒമേഗ ആയിരിക്കും. ആർ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഡാഷ് ഓഫ് ഒമേഗ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ബേസിക് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ISRO, DRDO, അതുപോലെ VSSC, ഗേറ്റിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ IASന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.